നമസ്കാരം. മണിച്ചപ്പിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മണിച്ചപ്പിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ടാണ്. അതായത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ഓഹരി വിപണിയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഒന്നും പറയുന്ന പോലത്തെ വലിയ ടോപ്പിക്കൊന്നുമല്ല, ഒരു കൗതുകകരമായ ടോപ്പിക്ക്. അതായത് പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില വിശ്വാസങ്ങളുണ്ട് അല്ലേ? ധനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം വന്നു ചേരും, ചില വസ്തുക്കൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് സമ്പന്നനാക്കും എന്നൊക്കെയുള്ള പല വിശ്വാസങ്ങളും നമുക്കിടയിലുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ ഇത് സത്യമല്ല എന്ന് പറയുന്ന മറുവിഭാഗവുമുണ്ട്. എന്തുമായിക്കോട്ടെ, അതിലെ ചില പ്രധാന കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. കേരളം പോലെ വിശ്വാസികളുടെ നാട്ടിൽ ഇതിന് ഒരു പഞ്ഞവുമില്ല എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്തോണം. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ ഈ പണവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ. ഇത് പഴമക്കാർ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഒന്നാണെന്ന് കൂടെ ഓർത്തോണം. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ഉള്ളതും നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ നിന്നുമാണ്. അവ എന്താണെന്ന് ഒന്ന് നോക്കാമല്ലേ? ഒരു വീടും അതിൻ്റെ ധനത്തിൻ്റെ വരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യം അതിൻ്റെ ദിക്കുകളെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ദിക്കുകളുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് പണം എവിടെ സൂക്ഷിക്കണം എന്നുള്ള വിശ്വാസം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തെക്ക് ഭാഗത്താണ് പണം സൂക്ഷിക്കാൻ ഏറെ ഉത്തമം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള തെക്ക് ഭാഗത്ത് പണം സൂക്ഷിച്ചാൽ ഈ വീട്ടിലേക്ക് ദാരിദ്ര്യം ഒരിക്കലും വരില്ല എന്നൊരു വിശ്വാസമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് പണം സൂക്ഷിക്കുന്നതും വളരെ ഉത്തമമാണെന്ന് പഴയ ആൾക്കാർ പറയുന്നു. വീട്ടിൽ കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പണം സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ഒരു വിശ്വാസമുണ്ട്. അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പണം സൂക്ഷിച്ചാൽ. എന്നാൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പണം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് അമിത ചെലവിനും ദാരിദ്ര്യത്തിനും കാരണമാവുമെന്നും പറയുന്നു. തെക്ക് കിഴക്ക് ഭാഗവും പണം സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ലെന്നും വിശ്വാസമുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു വിശ്വാസമാണ് പണം സൂക്ഷിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് മയിൽപ്പീലി സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു പഴയ വിശ്വാസമാണ്. ഇവയ്ക്കൊക്കെ പുറമെ മറ്റൊരു സത്യം കൂടിയുണ്ട്. ഈ പണം ഇരിക്കുന്ന ഭാഗവും എന്തിനാ വീടിൻ്റെ ഓരോ മുക്കും മൂലയും വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്താലും ധനം അവിടെ നിലനിൽക്കുന്നത് മാത്രമല്ല, നമുക്ക് ദാരിദ്ര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല. ഇതും പഴമക്കാർ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. പിന്നെയുള്ളൊരു വിശ്വാസമാണ് ചില വസ്തുക്കൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാകും, ഐശ്വര്യം വർദ്ധിക്കും എന്ന് പറയുന്നൊരു കാര്യം. അങ്ങനെ കുറേ വസ്തുക്കളുടെ കാര്യം പറയുന്നുണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും വേണ്ടിയ ഒരു കാര്യമാണ് മരം എന്ന് പറയുന്നത്. നമുക്കൊരു മരമില്ലാതെ വീട് എന്നൊരു കാര്യം സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. മരം തൊടാതെ ഒരു വീട് പണിതാൽ അത് ഐശ്വര്യത്തെ ബാധിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ ഇനി മരം കൊണ്ട് അല്ല വീട് പണിതിട്ടിരിക്കുന്നെങ്കിൽ മരം ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ചെടികൾ നടുന്ന പാത്രങ്ങൾ എന്നിവ വീട്ടിൽ സൂക്ഷിക്കുന്നതും വൃത്തിയായി ഉപയോഗിക്കുന്നതും ഈ ധനത്തിൻ്റെ അഭിവൃദ്ധിക്ക് സഹായമാവുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അതായത് തടി കൊണ്ടുള്ള എന്തെങ്കിലും വീട്ടിൽ വേണം. നിലവിളക്കാണ് വീടിൻ്റെ മറ്റൊരു പ്രധാന ധനാകർഷണം എന്ന് വിശ്വസിക്കുന്നത്. ഐശ്വര്യത്തിൻ്റെ പര്യായമായ ദീപം കൊളുത്തുന്ന വീടിന് ഏറെ ഐശ്വര്യം കൊണ്ടുവരുമെന്നും സമ്പത്ത് കൊണ്ടുവരുമെന്നുമാണ് നമ്മുടെ വിശ്വാസം. അത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരമാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു പ്രധാന കാര്യമാണ് പിന്നെ ഗോമതി ചക്രം എന്ന് പറയുന്നത്. ഇവ അലമാരകൾ സൂക്ഷിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും ഹിന്ദു വിശ്വാസത്തിൽ പറയപ്പെടുന്നുണ്ട്. അടുത്തതായി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ കൗതുകം തോന്നും. ഓടക്കുഴൽ വീട്ടിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും സമാധാനവും രൂപപ്പെടുമെന്ന് ഒരു വിശ്വാസമുണ്ട്. പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമാണ്. ശ്രീകൃഷ്ണൻ്റെ കയ്യിലെപ്പോഴും ഓടക്കുഴൽ കാണാമല്ലോ, അന്ന് മുതലുള്ളൊരു വിശ്വാസമാണത്. ഇതിൽ മുള കൊണ്ടുള്ള ഓടക്കുഴലാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് എന്ന് വിശ്വസിക്കുന്നത്. മാത്രമല്ല വീടിന് വാസ്തു സംബന്ധമായ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് അകറ്റാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ഓടക്കുഴലെന്നും പണ്ട് മുതലേ ഒരു വിശ്വാസം നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കടന്നു വരുന്നുണ്ട്. ശുഭകാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നതിനും വീട്ടിലെ ഈ നെഗറ്റീവ് എനർജി, അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള എനർജിയെ പോസിറ്റീവാക്കി മാറ്റാൻ ഓടക്കുഴൽ എന്ന് പറയുന്ന ആ ഉപകരണത്തിന് കഴിവുണ്ടെന്നുമാണ് നമ്മുടെ കേരളത്തിലെ വിശ്വാസം. ഇത് പണ്ട് മുതലേ പഴമക്കാർ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഒന്നാണ്. ഇത് അനുസരിച്ച് വീട്ടിൽ ഓടക്കുഴൽ സൂക്ഷിക്കുന്ന ഒട്ടേറെ ഹൈന്ദവ വിശ്വാസികളുമുണ്ട്. പിന്നെ ഈ ധനം കൊണ്ടുവരുന്ന കാര്യത്തിൽ മരങ്ങൾക്കും പ്രകൃതിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നാൽ പഴമക്കാർ പറയുന്നത് ഉണ്ട് എന്നാണ്. ഈ വൃക്ഷം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ പര്യായം തന്നെയാണ്. അത് ഫലം കൂടിയുള്ളതാണെങ്കിൽ അതിൻ്റെ ഐശ്വര്യം ഇരട്ടിപ്പിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു വിശ്വാസപ്രകാരം ചില വൃക്ഷങ്ങൾ നട്ടു കഴിഞ്ഞാൽ അത് ഐശ്വര്യവും സമ്പത്തും നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുമെന്നും ആരോഗ്യത്തിലും ദീർഘ ആയുസ്സിന് വരെ നമ്മളെ സഹായിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഇതൊക്കെ വിശ്വാസങ്ങളാണ്. ഫലവൃക്ഷങ്ങൾക്ക് ഒരു പരിധിവരെ പ്രത്യേക ഒരു സ്ഥാനത്ത് നടണമെന്ന് പറയുന്നില്ല. ഒരു വീടിൻ്റെ ഇന്ന സ്ഥാനത്ത് നടാവുള്ളൂ എന്നൊന്നും പറയുന്നില്ല. അവ വീടിൻ്റെ എവിടെ നട്ടാലും ഐശ്വര്യം തന്നെ എന്നാണ് പറയപ്പെടുന്നത്. ഇവയെപ്പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെടികളിൽ നിന്നും തുടങ്ങാം.
ഈ തുളസി വീടിന് ഐശ്വര്യം നൽകുന്ന ഒരു ചെടിയാണെന്ന് ഹൈന്ദവ വിശ്വാസത്തിൽ പറയുന്നുണ്ട്. ഇത് എല്ലാ വിശ്വാസികളുടെയും വീട്ടിലൊരു കാര്യമാണ് തുളസി എന്ന് പറയുന്നത്. പിന്നെ ഈ കിഴക്ക് ഭാഗത്ത് തുളസിക്കൊപ്പം മഞ്ഞൾ കൂടി നടുന്നത് ഏറെ ഉത്തമമെന്ന് പഴമക്കാർ പറയുന്നു. വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ കണിക്കൊന്ന വയ്ക്കുന്നത് ഐശ്വര്യം ഇരട്ടിപ്പിക്കുമെന്നും പിന്നെ ഈ തെക്ക് കിഴക്കേ മൂലയിൽ മുള, അതായത് നമ്മുടെ മുളയുള്ള സാധാരണ മുളമരം നടുന്നത് വീട്ടിൽ സമ്പത്ത് വരുവാൻ ഇടയാക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഈ വാസ്തു സംബന്ധമായ ദോഷങ്ങൾക്ക് വളരെയധികം ഉത്തമമായ ഒരു പരിഹാരമാണ് വീടിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് മഞ്ഞൾ നടുന്നത് എന്നും ഹൈന്ദവ വിശ്വാസത്തിൽ ഉണ്ട്. വീടിൻ്റെ 4 ദിക്കുകൾക്കും ഏറെ ഉത്തമമായ വൃക്ഷം ഏതെന്നും പഴമക്കാർ പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ കിഴക്ക് വശത്ത് പ്ലാവ്, തെക്ക് വശത്ത് പുളി, വടക്ക് മാവ്, പടിഞ്ഞാറ് തെങ്ങ് എന്നിങ്ങനെ മരം നടുന്നത് ഒരു വീടിന് ഐശ്വര്യവും സമ്പത്തും ആ കുടുംബാംഗങ്ങൾക്ക് ദീർഘായുസ്സും കൊണ്ടുവരുമെന്നാണ് ഒരു വിശ്വാസം. വീടിൻ്റെ കിഴക്ക് അത്തി, തെക്ക് ഇത്തി, കിഴക്ക് അരയാൽ, പടിഞ്ഞാറ് പേരാൽ എന്നിങ്ങനെ മരങ്ങൾ നിൽക്കുന്നത് ഈ സാമ്പത്തികം അടക്കമുള്ള കാര്യങ്ങൾ ഇടിയുണ്ടാകുമെന്നും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ കൂവളം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് ഭാഗത്തോ നടുന്നത് ഏറെ ഉത്തമമാണെന്നും വിദ്യ അടക്കമുള്ള കാര്യം ഐശ്വര്യവും വിദ്യയും വർദ്ധിക്കും എന്നാണ് ഒരു വിശ്വാസമുള്ളത്. വീടിൻ്റെ വടക്ക് ഭാഗത്ത് നെല്ലി വെക്കുന്നതും ധനം ഉണ്ടാകുന്നതിന് വളരെ സഹായകരമാണെന്നാണ് മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു കേരളത്തിലെ ഉള്ളൊരു വിശ്വാസമാണ്. ചൈനീസ് വിശ്വാസത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കൗതുകമായ കാര്യമാണ് ഫെങ് ഷൂയി എന്ന് പറയുന്നത്, അല്ലേ? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ചൈനീസ് വിശ്വാസങ്ങളിൽ പണവുമായും ആരോഗ്യവുമായും തുടങ്ങി നമ്മുടെ ഈ ലോക നേതാക്കൾ വരെ വിശ്വസിക്കുന്ന ചൈനീസ് വാസ്തുവിദ്യകൾ വരെയുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഈ ചൈനീസ് വാസ്തുവിദ്യ. എന്നാൽ പണവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഈ ധന അഭിവൃദ്ധിക്ക് ചൈനീസ് വിശ്വാസങ്ങൾ പറയുന്നത് വളരെ രസകരമായ കാര്യങ്ങളാണ്. അവയെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോലും തോന്നും. ചൈനീസ് പണസഞ്ചിയാണ് ഇതിലൊന്ന്. അതായത് ഒരു പണസഞ്ചി മാത്രം, ചെറിയൊരു പണസഞ്ചി, പഴയ നാണയങ്ങൾ അടങ്ങുന്ന ഒരു ചുവന്ന പണസഞ്ചിയാണ്. ഇത് കൈകൾ വെച്ചാൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനിടെ കൂടെ കൊണ്ടു നടന്നാൽ ധനം കൈവരുമെന്നാണ് ഒരു ചൈനീസ് വിശ്വാസം. മറ്റൊന്നാണ് ക്രിസ്റ്റൽ ബോൾ. ഇവ വീടിനുള്ളിലും വാഹനത്തിലും സൂക്ഷിക്കുന്നത് ഐശ്വര്യവും നമുക്ക് കൊണ്ടുവരികയും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ, നമ്മൾ നിലനിൽക്കുന്നതും നമ്മിലേക്ക് വരുന്നതുമായ നെഗറ്റീവ് കാര്യങ്ങളെ നീക്കം ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട്. ഇത് ചൈനീസ് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന വിശ്വാസമാണ്. ഫെങ്ഷുയിലെ മറ്റൊരു പ്രധാന കാര്യമാണ് ബാഗ്വ. അതായത് ഒരു പ്രണയ ചിഹ്നത്തിലുള്ള ഇത് ആരോഗ്യം സംരക്ഷിക്കുമെന്നും ജീവിതത്തിൽ ഉയർച്ച തരുമെന്നുമാണ് ഒരു വിശ്വാസം. ഈ ലവ് ചാമും ഇതേ സംഗതി തന്നെ. ഈ പ്രണയ ജോഡികൾ ഏറ്റവും അധികം വാങ്ങുന്ന ഒന്നാണ് ലവ് ചാം എന്ന് പറയുന്നത്. ഇത് കൂടെ ഉണ്ടെങ്കിൽ ഈ സ്നേഹം കൈവിട്ടു പോകില്ല എന്നുള്ളതാണ് വിശ്വാസം. വളരെ രസകരമായ സംഗതിയാണല്ലേ? സ്നേഹം ഒരിക്കലും കൈവിട്ടു പോകില്ല. മാത്രമല്ല അത് ചുംബനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജോഡികളുടെ രൂപം ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ലവ് ചാം കാണാനും വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്. ഇത് ധരിക്കുന്ന പ്രണയ ജോഡികൾ ഒരിക്കലും പിരിയില്ലെന്നും അവർ ദീർഘകാലം ദാമ്പത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമെന്നുമാണ് ഒരു വിശ്വാസം. പ്രണയം സാക്ഷാത്കരിക്കാനും ഈ ലവ് ചാം ഉപയോഗിക്കുന്ന കാമുകന്മാരും ലോകത്തെമ്പാടുമുണ്ട്. അടുത്താണ് നമ്മൾ പ്രധാനപ്പെട്ട മറ്റു കാര്യം, വീട്ടിൽ ചില സാധനങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല, അല്ലെ ചില കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് നമുക്കൊന്ന് നോക്കാം. പഴയ മുഷിഞ്ഞ തുണി അതൊരിക്കലും വീട്ടിലുണ്ടാകാൻ പാടില്ല. പൊട്ടിയ കണ്ണാടി വീടിന് ഐശ്വര്യം ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. ഭിത്തിയിലെ വിള്ളൽ ധനത്തിൻ്റെ ഒരു വിള്ളൽ തന്നെയാണ്. നമ്മുടെ മണിച്ചെപ്പിനെ തകർക്കുന്ന ഒന്നാണ് ഭിത്തിയിലെ വിള്ളൽ എന്ന് പറയുന്നത്. ചിലന്തി വല, ഇത് ഐശ്വര്യം ഇല്ലാത്ത ഒരു കാര്യമാണ് ചിലന്തി വല എന്ന് പറയുന്നത്. പിന്നെ പ്രാവിൻ കൂടും തേനീച്ച കൂടും വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് വീടെന്ന് പറയുന്നത് നമ്മുടെ കെട്ടിടത്തിൽ പ്രാവും കൂടും തേനീച്ച കൂടും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ പുറത്താകാം, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പഴയ ഉപയോഗശൂന്യമായ സാധനങ്ങൾ വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യത്തെ ബാധിക്കും എന്ന് പറയുന്നൊരു വിശ്വാസമാണ്. ഇത്രയും സാധനങ്ങൾ വീട്ടിൽ വെച്ചാൽ വീടിൻ്റെ ഐശ്വര്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നും ധന അഭിവൃദ്ധി ഉണ്ടാവില്ല എന്നുമാണ് പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ മേൽപ്പറഞ്ഞവയൊക്കെ ചില വിശ്വാസങ്ങൾ മാത്രമാണ്. എന്നാൽ ഇതിലൊരു പരിധിവരെ ശരിയുണ്ടെന്നുള്ളൊരു വസ്തുത നമ്മുടെ പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വം തുടങ്ങി മനസ്സിൻ്റെ ചിന്തകൾ വരെ ശുദ്ധിയായി നടന്നാൽ മാത്രമേ ഐശ്വര്യം പടി കടന്നു വരൂ എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ ചുവടുവെപ്പാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പം ഇത്തരം ചില ചിന്തകൾ വളരെ കൗതുകമേറിയാണ്. ചിലർ ഇത് പരീക്ഷിക്കും, ചിലർ സത്യമെന്ന് വിശ്വസിക്കും, ചിലർ ഇത് സത്യമല്ല, ഇതിൽ ഒരു വാസ്തവ വിരുദ്ധമായ കാര്യമാണെന്ന് പറയും. ഇതൊക്കെ ഒരു വിശ്വാസങ്ങളാണ് അല്ലേ? എന്നാലും കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. നിങ്ങൾക്ക് പരീക്ഷിക്കാൻ തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാം. റിസൾട്ട് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക കേട്ടോ. അപ്പോൾ മണിച്ചപ്പിനെ പറ്റി ഒന്നും കൂടെ പറയാം. പണവുമായി ബന്ധപ്പെട്ട എന്തും മണിച്ചപ്പിലെ വാർത്തയാണ്. അത്തരമൊരു വാർത്ത നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ ഞങ്ങൾക്ക് അയച്ചു തരിക. അത് മണിച്ചപ്പിലൂടെ ഞങ്ങൾ ലോകത്തെ അറിയിക്കുന്നതായിരിക്കും. ഒരു പുത്തൻ എപ്പിസോഡുമായി വരുന്നത് വരെ